Hello dear students, welcome back to ISKC English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ പ്രിപ്പോസിഷൻസ് എന്ന ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നോക്കൂ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ്റെ ഉപയോഗം. അപ്പോൾ നോക്കൂ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. For is used to denote the duration of an action. അതായത് ഒരു ആക്ഷൻ, അതായത് ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തിയുടെ ഡ്യൂറേഷനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഫോർ എന്നുള്ളത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ഷൻ, അതായത് ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമയപരിധി അല്ലെങ്കിൽ കാലപരിധി. അതായത് ഒരു ആക്ഷൻ എത്ര സമയം അല്ലെങ്കിൽ ടൈം നീണ്ടു നിന്നു എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ കേട്ടോ. ഒരു എക്സാമ്പിൾ, ഷീ ഹാഡ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അവള് ദുബായിലായിരുന്നു. ഷീ ഹാഡ് ബീൻ ലിവിങ് ഇൻ ദുബായ്. അവൾ ദുബായിലായിരുന്നു, ദുബായിൽ ജീവിക്കുകയായിരുന്നു അവള്. ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട് അവൾ ദുബായിലായിരുന്നു. അപ്പൊ അവിടെ ഫോർ കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഡ്യൂറേഷൻ ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ചെറിയ ഡ്യൂറേഷൻ അല്ല, ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട്. ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. സീത വാസ് പ്ലേയിങ് ഓൺലൈൻ ഗെയിംസ് ഫോർ അവേഴ്സ്. മണിക്കൂറുകളായിട്ട് സീത ഓൺലൈൻ ഗെയിംസ് കളിക്കായിരുന്നു. സീത വാസ് പ്ലേയിങ് ഓൺലൈൻ ഗെയിംസ്. സീത ഓൺലൈൻ ഗെയിംസ് കളിക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തില്ല, ഡ്യൂറേഷൻ അതിൽ പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു അവള് ഓൺലൈൻ ഗെയിം കളിക്കുകയാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതേ സമയത്ത് പറയാണ് സീത വാസ് പ്ലേയിങ് ഓൺലൈൻ ഗെയിംസ് ഫോർ ഹവേഴ്സ്, മണിക്കൂറുകളായിട്ട്. അപ്പൊ അവിടെ നമുക്ക് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് ലഭിച്ചു. നെക്സ്റ്റ് സിൻസ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഫോർ. അപ്പൊ ഫോർ എന്നുള്ളത് ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ഷൻ. രണ്ടാമത്തേത് സിൻസ്. സിൻസ് ഇൻഡിക്കേറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈം. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഫോർ വെച്ച് പറഞ്ഞപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം ആണ്, ഒരു സുമാർ ഏകദേശ സമയം. അത് വർഷമാണെങ്കിലും അവേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു സുമാർ ഏകദേശം ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറഞ്ഞത്. എന്നാൽ സിൻസ് വെച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. സിൻസ് വെച്ച് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അതായത് ഒരു കൃത്യമായ സമയം, ഒരു നിശ്ചിതമായ സമയം. അതും ഒരു കാര്യം ശ്രദ്ധിക്കണം, പാസ്റ്റിലെ. എക്സാമ്പിൾ നോക്കൂ, ദ ചൈൽഡ് ഹാസ് ബീൻ മിസ്സിംഗ്. കുട്ടി മിസ്സിംഗ് ആണ്. സിൻസ് മൺഡേ തിങ്കളാഴ്ച മുതൽ. കൃത്യമായിട്ട് സമയം പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾ, ഏതാനും ആഴ്ചകൾ, ഏതാനും വർഷങ്ങൾ എന്നല്ല പറഞ്ഞത്. സിൻസ് മൺഡേ മുതൽ ദ ചൈൽഡ് ഹാസ് ബീൻ മിസ്സിംഗ്. കുട്ടി എന്താണ്, മിസ്സിംഗ് ആണ്. ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് ലാസ്റ്റ് ഇയർ തൊട്ട്. അതായത് നമ്മൾ ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ 2024 മുതൽ ഞാൻ ജോലി ചെയ്യുന്നില്ല. ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ 2024 മുതൽ, സിൻസ് ലാസ്റ്റ് ഇയർ. അപ്പൊ സിൻസ് വെച്ച് നമ്മൾ പറയുന്നത് പാസ്റ്റിലെ പോയിന്റ് ഓഫ് ടൈം, അതാണ് സിൻസ് ലാസ്റ്റ് ഇയർ. അതുപോലെ തന്നെ സിൻസ് മൺഡേ, അതായത് ഇത് പറയുന്നത് എപ്പോഴായിരിക്കും, മൺഡേ കഴിഞ്ഞിട്ട്. അങ്ങനെ പറയുമ്പോൾ മൺഡേ എന്താവും, പാസ്റ്റ് ആവും. സിൻസ് മൺഡേ മുതൽ കുട്ടിയെ കാണുന്നില്ല. നോക്കൂ, അടുത്തത് ഡ്യൂറിങ് എന്നുള്ളതാണ്. ഈസ് സജസ്റ്റീവ് ഓഫ് ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സമയപരിധി, ആ ഒരു നിശ്ചിത ടൈം പീരീഡ്, ആ ഒരു സമയം. നോക്കൂ, ദ കിഡ്സ് വേർ പ്ലേയിങ് ഡ്യൂറിങ് ബ്രേക്ക് ടൈം. ബ്രേക്ക് സമയത്ത്. അപ്പൊ ഇവിടെ ബ്രേക്ക് സമയത്ത് കുട്ടികൾ കളിക്കുകയായിരുന്നു.
അപ്പൊ ഡ്യൂറിങ് ദ ബ്രേക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ ബ്രേക്ക് തുടങ്ങുന്നത് അത് തുടങ്ങുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ. ഇപ്പൊ നമ്മൾ പറയില്ലേ ഡ്യൂറിങ് ദ ലഞ്ച് ടൈം എന്ന് വെച്ചാൽ 1 മണി മുതൽ 2 മണി വരെയുള്ള ആ 1 മണിക്കൂർ സമയം. അതേപോലെ തന്നെയാണ് ഡ്യൂറിങ് ബ്രേക്ക് ടൈം. ബ്രേക്ക് ടൈം എന്ന് പറയുമ്പോൾ അത് എത്ര സമയമാണോ ഉള്ളത് ആ സമയം. കൃഷ്ണ ലേൺഡ് കുക്കിംഗ് ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ്. സമ്മർ ഹോളിഡേയ്സിൽ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ ഒരു 60 ദിവസത്തിൽ കൃഷ്ണ കുക്കിംഗ് പഠിച്ചു കേട്ടോ. ഡ്യൂറിങ് ദി സമ്മർ ഹോളിഡേയ്സ്, സമ്മർ ഹോളിഡേയ്സിൽ ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു ദിവസങ്ങളിൽ കേട്ടോ, അതാണ് ഡ്യൂറിങ്, അതായത് ഡ്യൂറേഷൻ. ദാറ്റ് മീൻസ് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കേട്ടോ, അതാണ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ. നോക്കൂ, അടുത്തത് ആഫ്റ്റർ ആണ്. ആഫ്റ്റർ എന്ന പ്രപ്പോസിഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? മീൻസ് അറ്റ് എ ലേറ്റർ ടൈം, അതായത് പിന്നീടുള്ള ഒരു സമയം, പിന്നീട് കേട്ടോ, ലേറ്റർ ടൈമിനെ കാണിക്കുന്നതാണ് ആഫ്റ്റർ. മീൻസ് എ ലേറ്റർ ടൈം. എക്സാമ്പിൾ നോക്കുക, മീറ്റ് മീ ആഫ്റ്റർ യുവർ എക്സാമിനേഷൻ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ശേഷം എന്നെ മീറ്റ് ചെയ്യാം. ആഫ്റ്റർ യുവർ എക്സാമിനേഷൻ കണ്ടോ, ലേറ്റർ ടൈം. ആഫ്റ്റർ യുവർ എക്സാമിനേഷൻ, എക്സാമിനേഷന് ശേഷം. ക്യാൻ വി ടോക്ക് ആഫ്റ്റർ ലഞ്ച്. ലഞ്ചിന് ശേഷം എനിക്ക് സംസാരിക്കാമോ? ക്യാൻ വി ടോക്ക്, നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ വി ടോക്ക് ആഫ്റ്റർ ലഞ്ച്. ക്യാൻ വി ടോക്ക് ആഫ്റ്റർ ലഞ്ച്. ആഫ്റ്റർ മീൻസ് ലഞ്ച് കഴിഞ്ഞിട്ട്, ലഞ്ചിന് ശേഷമുള്ള ഒരു സമയം, കഴിഞ്ഞിട്ടുള്ള സമയം. ഇനി അടുത്തത് ഫ്രം ആണ്. ഫ്രം ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് സംതിങ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, എന്തെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം, തുടങ്ങുന്ന സമയം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഫ്രം ഉപയോഗിക്കാം. എക്സാമ്പിൾ, ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഫ്രം 10 AM to 5 PM. അതായത് കട തുറന്നിരിക്കുന്നത് 10 AM to 5 PM കേട്ടോ. ഫ്രം 10 AM, ഫ്രം 10 AM 10 AM മുതൽ കേട്ടോ, സ്റ്റാർട്ടിംഗ് ടൈം. ഓപ്പൺസ് ഫ്രം കേട്ടോ, ഓപ്പൺ. ദ ഷോപ്പ് ഈസ് ഓപ്പൺ, ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഫ്രം 10 AM to 5 PM. He was deaf. He was deaf from birth. He was deaf from birth. അതായത് ജന്മന, ജനിച്ചത് മുതൽ അവൻ ഡഫാണ്, അവന് ചെവി കേൾക്കില്ല ഉണ്ടോ. ഹി വാസ് ഡഫ് ഫ്രം, തുടക്കമാണ് കാണിക്കുന്നത്. എപ്പോഴാണ് അവൻ ഡഫായത്? ഫ്രം ബർത്ത്, ബർത്ത് മുതൽ, അവന്റെ ജനനം മുതൽ. ഇത് നോക്കൂ, അൻറ്റിൽ എന്നുള്ളതാ. യൂസ്ഡ് ടു ഡിനോട്ട് ദ കണ്ടിന്യൂൻസ് ഓഫ് an action to certain time. അതായത് ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി ഒരു നിശ്ചിത സമയം വരെ തുടരുന്നു. until is used to denote the continuance of, അതായത് കണ്ടിന്യൂ ചെയ്യുന്നു, continuance of an action. ഒരു ആക്ഷൻ ഒരു നിശ്ചിത സമയം വരെ, ഒരു certain ടൈം വരെ. നോക്കൂ, they played tennis. അവര് ടെന്നീസ് കളിച്ചു. until it got dark. ഇരുട്ടാകുന്നത് വരെ. അപ്പൊ ഏതുവരെയാണ്? ഒരു നിശ്ചിത സമയം വരെ അല്ലേ. until it got dark, ഇരുട്ടാകുന്നത് വരെ. please wait here until I come back. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതാണ് certain time. ആ certain time ആണ് ഏത്? I come back. until I come back, ഞാൻ തിരിച്ചു വരുന്നത് വരെ. Now, till is used as a variant of until. Until എന്നുള്ളതിന് പകരം നമുക്ക് tilലും ഉപയോഗിക്കാം. ഏതുപോലെ? Please wait here till I come back. നമുക്ക് until ഉപയോഗിക്കുന്ന പോലെ തന്നെ till എന്നുള്ളതും ഉപയോഗിക്കാം. ഇനി അടുത്തത് prepositions used to denote place. സ്ഥലത്തെ സൂചിപ്പിക്കുന്ന prepositions, സ്ഥലത്തെ. ഒന്നാമത്തേത് at.
At is used to indicate a particular place or location. Particular place, പ്രോപ്പർ ആയിട്ടുള്ള നിശ്ചിതമായ സ്ഥലം അല്ലെങ്കിൽ ലൊക്കേഷൻ. എക്സാമ്പിൾ, ഹി ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ് ഏത്? റെയിൽവേ സ്റ്റേഷൻ. അവൻ എവിടെ നിൽക്കുന്നു? അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ. താജ്മഹൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആഗ്ര ഇൻ ഡൽഹി. ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്ലേസ് അല്ല, അല്ലല്ലോ. അതായത് ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്മൾ കേരള എന്ന് പറയുന്ന പോലെ അല്ലേ. അതായത് ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? അതൊരു വലിയ സ്ഥലമാണ്, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി, കേരളം പോലെ. നമ്മൾ കേരള എന്ന് പറയുന്നത് നിശ്ചിത സ്ഥലമാണോ? അല്ല, അല്ലല്ലോ. എന്നാൽ ആഗ്ര എന്ന് പറയുന്നത് ഒരു നിശ്ചിത സ്ഥലമാണ്. അപ്പൊ താജ്മഹൽ എവിടെയാണ്? ലൊക്കേറ്റഡ് അറ്റ് ആഗ്ര ഇൻ ഡൽഹി. ഡൽഹി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് അല്ല, അതുകൊണ്ട് ഇൻ ഡൽഹി. എന്നാൽ ആഗ്ര ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ്. അതാണ് പറഞ്ഞത് താജ്മഹൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആഗ്ര ഇൻ ഡൽഹി. ഇനി നോക്കൂ, ഹി ഈസ് അറ്റ് വർക്ക്. ഹി ഈസ് അറ്റ് വർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിയർ അറ്റ് വർക്ക് ഡിനോട്ട്സ് എ പ്ലേസ് ഓഫ് വർക്ക്. ഹി ഈസ് അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ അവൻ ജോലി സ്ഥലത്താണെന്ന. ഈ അറ്റ് വർക്കിലെ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലേസ് ഓഫ് വർക്ക് ആണ്. ഹി ഈസ് അറ്റ് വർക്ക്, അവൻ ജോലി സ്ഥലത്താണ്. ഹിയർ അറ്റ് വർക്ക് ഡിനോട്ട്സ് എ പ്ലേസ് ഓഫ് വർക്ക്. ഹി ഈസ് അറ്റ് ഓർ ഇൻ ദ ഓഫീസ്. He is at or in the office. Here, at or in the office means to hold an official position. അതായത് he is at or in the office എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക്, അതായത് at or in office. At or in the office ഉദ്ദേശിക്കുന്നത് hold an official position. അതായത് ഒരു ഒഫീഷ്യൽ പൊസിഷൻ, ഒരു സ്ഥാനം, ഒരു ഒഫീഷ്യൽ ജോബ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ വർക്ക്, ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻ എന്നുള്ളതാ അടുത്തത് ഏതാ? ഇൻ എന്നുള്ളത് ഇൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പ്ലേസസ് ഇൻ ജനറൽ. പൊതുവായിട്ട് സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ എന്നുള്ളത്. നമുക്ക് ഇന്നുപയോഗിച്ച് കൊണ്ട് നെയിംസ് ഓഫ് കൺട്രീസ്, കോണ്ടിനെന്റ്സ്, ലാർജ് ടൗൺസ്, ക്യാപിറ്റൽ സിറ്റീസ് എക്സെട്ര അതൊക്കെ പറയാം. രാജ്യങ്ങളുടെ, വൻകരകളുടെ, അതുപോലെ തന്നെ വലിയ ടൗണുകള്, സിറ്റികള്, ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാനങ്ങള്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നുപയോഗിച്ച് പറയാൻ പറ്റും. നോക്കൂ, സുധ ലിവ്സ് ഇൻ ചെന്നൈ അല്ലെ, തമിഴ്നാടിന്റെ ക്യാപിറ്റൽ അല്ലേ ചെന്നൈ. സുധ ലിവ്സ് ഇൻ ചെന്നൈ. മെർലിൻ വാസ് ബോൺ ഇൻ ഓസ്ട്രേലിയ. ഇതൊരു രാജ്യത്തിന്റെ അല്ലെ, ഓസ്ട്രേലിയ കോണ്ടിനെന്റ്. മെർലിൻ വാസ് ബോൺ ഇൻ ഓസ്ട്രേലിയ, കോണ്ടിനെന്റ് അല്ലേ, ഓസ്ട്രേലിയയിലാണ് മെർലിൻ ജനിച്ചത്. നോട്ട് ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് വില്ലേജ് ആൻഡ് ടൗൺ. നമ്മൾ വില്ലേജ്, ടൗൺ എന്ന വാക്കുണ്ടല്ലോ, ഈ രണ്ട് വാക്കുകളുടെ മുന്നിലും നമ്മൾ ഇൻ തന്നെയാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കൂ, ഹി ലൈക്സ് ടു സ്റ്റേ ഇൻ എ വില്ലേജ്. ഹി ലൈക്സ് ടു സ്റ്റേ, അവൻ സ്റ്റേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇൻ എ വില്ലേജ്. ഇനി ഓൺ ഈസ് യൂസ്ഡ് ഇഫ് ദ പ്ലേസ് ഓഫ് വർക്ക് ഈസ് നോട്ട് എ ബിൽഡിംഗ്. ഒരു വ്യക്തിയുടെ ജോലി സ്ഥലം ഒരു ബിൽഡിങ്ങിനകത്തല്ല ജോലി ചെയ്യുന്നത്. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്കൂള്, കോളേജ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിടെയാ ജോലി ചെയ്യുന്നത്? ഒരു കെട്ടിടത്തിനകത്താണ്. എന്നാൽ ജോലി സ്ഥലം കെട്ടിടത്തിനകത്തല്ല എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓണാണ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ദ വില്ലേജേഴ്സ് ആർ വർക്കിംഗ് ഓൺ എ പ്ലാന്റേഷൻ. പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു തോട്ടമാണല്ലോ. പ്ലാന്റേഷൻ തൊഴിലാളികൾ, പ്ലാന്റേഷൻ വർക്കേഴ്സ് എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബിൽഡിങ്ങിനകത്തല്ല. അപ്പൊ നമ്മൾ ഇന്നല്ല ഉപയോഗിക്കുക, ഓണാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ദ വില്ലേജേഴ്സ് ആർ വർക്കിംഗ് ഓൺ എ പ്ലാന്റേഷൻ.
മൈ ബ്രദർ ഈസ് എംപ്ലോയിഡ് ഓൺ ആൻ എസ്റ്റേറ്റ്. അല്ലെ, എസ്റ്റേറ്റ് പറഞ്ഞാൽ എന്താ? അതായത് ഒരു തോട്ടം പോലെ ഒരു വിസ്തൃതമായ സ്ഥലം. അപ്പൊ എൻ്റെ ബ്രദർ എംപ്ലോയിഡ് ഓൺ ആൻ എസ്റ്റേറ്റ്. Any prepositions used to denote movement, അതായത് മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ്. മൂവ്മെന്റ്, ചലനം, മൂവ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തേത് ടു എന്നുള്ളതാണ്. ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഡിനോട്ട് ഡയറക്ഷൻ ഓർ ഡെസ്റ്റിനേഷൻ, ദിശയെ കാണിക്കാൻ, ഇന്ന ഭാഗത്തേക്ക്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യം. എക്സാമ്പിൾ, ഹി ഈസ് ഗോയിങ് ടു ദ ലൈബ്രറി. He is going to the library. ലൈബ്രറിയിലേക്ക്. ഇനി into used to denote entry into a particular space. അതായത് ടു എന്നുള്ളത് ഒരു നിശ്ചിത സ്ഥലത്തെയോ അല്ലെങ്കിൽ ഡയറക്ഷൻ, അല്ലെ, ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ ഡയറക്ഷൻ. എന്നാൽ into ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത സ്ഥലത്ത് എത്തി എന്നുള്ളതാണ്. യൂസ്ഡ് ടു ഡിനോട്ട് എൻട്രി, ഒരു പെർട്ടിക്കുലർ സ്പേസിലേക്ക്, ഒരു നിശ്ചിത സ്ഥലത്തേക്കുള്ള എൻട്രി, പ്രവേശനം കേട്ടോ. എക്സാമ്പിൾ, ദ വാർഡൻ കെയിം ഇൻ ടു അവർ റൂം. ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. അതായത് ആ റൂം എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ്. ആ പ്ലേസിലേക്ക് വാർഡന്റെ എൻട്രി. അത്തരത്തില് ഒരു പെർട്ടിക്കുലർ സ്പേസിലേക്കുള്ള എൻട്രിയെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? into ഉപയോഗിക്കുന്നത്. The warden came into our room. ഇനി through എന്നുള്ളത് is used to indicate the passage from one point to another. ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്കുള്ള സഞ്ചാരം, പാസേജിനെ, മൂവ്മെന്റിനെ, ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക്. We walked through the woods. ഞങ്ങൾ വനത്തിലൂടെ നടന്നു. We walked through the woods. വനത്തിലൂടെ, അതായത് വനത്തിലൂടെ മീൻസ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. അതായത് വനത്തിലൂടെ മറ്റൊരു ഭാഗത്തേക്ക്. ഒരു ഭാഗത്തു നിന്നും ത്രൂ ദ വൂഡ്സ്, വനത്തിലൂടെ, ടു അനദർ, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക്. അടുത്തത് അപ്പ് എന്നുള്ളതാണ്. നോക്കൂ, അപ്പ് ഇൻഡിക്കേറ്റ്സ് മൂവ്മെന്റ് ടുവേർഡ്സ് ആൻ എലിവേറ്റഡ് പോയിന്റ്. അതായത് ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റിനെ കാണിക്കുന്നതാണ് എന്ത്? അപ്പ് എന്നുള്ളത്. നോക്കൂ, എക്സാമ്പിള്, ദ ഫയർമാൻ ക്ലൈംബ്ഡ് അപ്പ് ദ ലാഡർ. അതായത് ഫയർമാൻ എന്ത് ചെയ്തു? മുകളിലേക്ക്, അതായത് മുകളിലേക്ക് ഗോവണി കയറി, അല്ലെ, അതായത് ലാഡർ മുകളിലേക്ക്, ക്ലൈംബ്ഡ് അപ്പ്, മുകളിലേക്ക് കയറി. ഇനി ഡൗൺ എന്നുള്ളത്, ഡൗൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മൂവ്മെന്റ് ഫ്രം ഹയർ പൊസിഷൻ ടു ലോവർ. അതായത് മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ഏത്? ഡൗൺ എന്നുള്ളത്. ദ പപ്പി ഫെൽ ഡൗൺ ദ സ്റ്റെയർസ്. പപ്പി സ്റ്റെയർസിൽ നിന്നും താഴേക്ക് വീണു. ഇനി ഫ്രം എന്നുള്ളത്, ഫ്രം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ബിഗിനിങ് ഓർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മൂവ്മെന്റ്. അതായത് ഒരു തുടക്കത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തുടക്ക സമയം. ഇനി ബിഗിനിങ് പോയിന്റിനെ കാണിക്കുന്നു എന്ത്? ഫ്രം. നേരത്തെ ബിഗിനിങ് സമയമായിരുന്നു, ഇത് ബിഗിനിങ് പോയിന്റ്. എവിടുന്ന് തുടങ്ങുന്നു? എവിടുന്നാണ്? ഇപ്പൊ എക്സാമ്പിള്, ആർ യു കമ്മിങ് ഫ്രം യുവർ കോളേജ്? കോളേജിൽ നിന്നാണോ വരുന്നത്? ശ്രദ്ധിക്കാം, നേരത്തെ നമ്മൾ ഫ്രം വെച്ച് പറഞ്ഞത് സ്റ്റാർട്ടിങ് ടൈം ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫ്രം വെച്ച് പറയുന്നത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അതായത് സ്റ്റാർട്ടിങ് പ്ലേസ്. ആർ യു കമ്മിങ് ഫ്രം യുവർ കോളേജ്. ഇനി ഓവർ എന്നുള്ളത്, ഓവർ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ മൂവ്മെന്റ് അബവ് ദ ടോപ്പ് ഓഫ് സംതിങ്. ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ്ങിന്റെ മുകളിലൂടെയുള്ള മൂവ്മെന്റ്. സംതിങ്ങിന്റെ മുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം, മുകളിലേക്കല്ല. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ അപ്പ്, ഇത് സംതിങ്ങിന്റെ മുകളിലൂടെ ഇങ്ങനെ പോവാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ഈഗിൾ ഈസ് ഫ്ലൈയിങ് ഓവർ ദ ക്ലൗഡ്സ്. മേഘങ്ങൾക്ക് മുകളിലൂടെ പരുന്ത് പറന്നു. ഈഗിൾ ഈസ്
ഫ്ലൈയിങ് ഓവർ ദ ക്ലൗഡ്സ്. ദെൻ നോക്കൂ, അടുത്തത് അക്രോസ് എന്നുള്ളതാണ്. ഡിനോട്ട്സ് മൂവ്മെന്റ് ഫ്രം വൺ സൈഡ് ടു അനദർ. ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്കുള്ള മൂവ്മെന്റ്, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക്. എക്സാമ്പിൾ നോക്കൂ, ദ സർദാർ സരോവർ ഡാം ഈസ് ബിൽറ്റ് അക്രോസ് ദ റിവർ നർമ്മദ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സർദാർ സരോവർ ഡാം നർമ്മദ നദിയുടെ ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് കേട്ടോ. സർദാർ സരോവർ ഡാം ഈസ് ബിൽറ്റ് അക്രോസ് ദ റിവർ, അതായത് നദിക്ക് കുറുകെ. മീൻസ് നമുക്ക് ഈ വശത്ത് നിന്നും നദി ആ വശത്തേക്ക് ഡാമിന് മുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ച് കടക്കാം. ഇനി അണ്ടർ റെഫേഴ്സ് ടു ബിലോ ഓർ ബിനീത്ത് സംതിങ്. നമ്മൾ നേരത്തെ ഓവർ എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്നിന് മുകളിലൂടെ. ഇനി അണ്ടർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിലോ ഓർ ബിനീത്ത് സംതിങ്. ബിലോ ഓർ ബിനീത്ത് സംതിങ്, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ താഴെ കൂടി എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ, ഹി ഈസ് ഹൈഡിങ് അണ്ടർ ദ ബുഷ്. ബുഷിന് താഴെ അവൻ ഒളിച്ചിരിക്കുന്നു. ഹി ഈസ് ഹൈഡിങ് അണ്ടർ ദ ബുഷ്, അതായത് കുറ്റിച്ചെടികൾക്ക് താഴെ. നോക്കിന് അടുത്തത് യൂസേജ് ഓഫ് അതർ പ്രിപ്പോസിഷൻസ് ആണ്. മറ്റു കുറച്ച് പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്? ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബിറ്റ്വീൻ എന്നുള്ളതും എമംഗ് എന്നുള്ളതും. ഇതിൽ ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് വെൻ ടു തിങ്സ് ഓർ പേഴ്സൺസ് ആർ റെഫേർഡ് ടു. നമ്മൾ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ, അതായത് വസ്തുക്കളുടെ എണ്ണം രണ്ടിൽ കൂടാൻ പാടില്ല. രണ്ട് വസ്തു അല്ലെങ്കിൽ രണ്ട് വ്യക്തി നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കും. എക്സാമ്പിൾ, ദ പാക് സ്ട്രെയ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇനി എമംഗ് ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ ടു തിങ്സ് ഓർ പേഴ്സൺസ് ആർ റെഫേർഡ് ടു. ഇനി വസ്തുക്കൾ രണ്ടിൽ കൂടുതലാകുമ്പോൾ, മോർ ദാൻ ടു തിങ്സ് ഓർ പേഴ്സൺസ്, വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ രണ്ടിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ എമംഗ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, സാം ഈസ് ദി വൈസസ്റ്റ് മാൻ എമംഗ് അസ്. ഞങ്ങൾക്കിടയിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാണ് സാം. എമംഗ് അസ്, ഞങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. എമംഗ് അസ്, ഞങ്ങൾക്കിടയിൽ. ഇനി അടുത്തത് ബിസൈഡ്സും ബിസൈഡുമാണ്. ബിസൈഡ്, ബിസൈഡ്സ്, ഒരു എസിന്റെ വ്യത്യാസമുള്ളൂ. ഇതില് ബിസൈഡ് ഈസ് യൂസ്ഡ് എപ്പോഴാണ് ഉപയോഗിക്കുക? ബിസൈഡ് മീൻസ് ബൈ ദ സൈഡ് ഓഫ്. ബിസൈഡ് എന്നുള്ളതിന്റെ അർത്ഥം അരികെ എന്ന. ബൈ ദ സൈഡ് ഓഫ്, ചാരി ചേർന്നിട്ട് അരികെ. എക്സാമ്പിൾ, പ്ലീസ് സിറ്റ് ബിസൈഡ് മീ. എന്റെ അരികെ ഇരിക്കൂ. പ്ലീസ് സിറ്റ്, ദയവ് ചെയ്ത് ഇരിക്കൂ. ബിസൈഡ് മീ, എന്റെ അരികെ. നിയർ എന്നാണ് ബിസൈഡിന് അർത്ഥം. ഇനി ബിസൈഡ്സ്, ബിസൈഡ്സ് മീൻ ഇൻ അഡിഷൻ ടു. ബിസൈഡ്സ് എന്നുള്ളതിന്റെ അർത്ഥം ഇൻ അഡിഷൻ ടു എന്ന, പുറമെ. എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് പുറമെ. ഏത്? ബിസൈഡ്സ് കേട്ടോ. എക്സാമ്പിൾ, ബിസൈഡ്സ് ദീസ് ടോഫീസ്. ഈ ടോഫികൾക്ക് പുറമെ വി നീഡ് എ കേക്ക്. ഞങ്ങൾക്കൊരു കേക്ക് ആവശ്യമുണ്ട്. ബിസൈഡ്സ് ദീസ് ടോഫീസ്, ഈ ടോഫീസിന് പുറമെ വി നീഡ് എ കേക്ക്. അപ്പൊ ഇതിന് പുറമെ അല്ലെങ്കിൽ ഇവകൾക്ക് പുറമെ. ഇനി ഇൻ ഫ്രണ്ട് ഓഫ്, ഓപ്പോസിറ്റ് ആൻഡ് ബിനീത്ത്. ഒന്നാമത്തേത് ഇൻ ഫ്രണ്ട് ഓഫ്. എന്താണ് ഇൻ ഫ്രണ്ട് ഓഫിന്റെ അർത്ഥം? മീൻസ് എ പൊസിഷൻ, എ ഹെഡ് ഓഫ്. എ പൊസിഷൻ, എ പൊസിഷൻ ഹെഡ് ഓഫ് സംവൺ ഓർ സംതിങ്. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ എന്ന, തൊട്ടു മുന്നിൽ. എക്സാമ്പിൾ, എ ടോൾ ബോയ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്റെ മുൻപിലായിട്ട് ഒരു നീളമുള്ള കുട്ടി നിൽക്കുന്നു. ഇനി ഓപ്പോസിറ്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് മീൻസ് ഓൺ ദി അതർ സൈഡ്, മറുവശത്ത്, അപ്പുറത്ത്, ഓപ്പോസിറ്റ്. എക്സാമ്പിൾ,
ഹി ടുക്ക് എ സീറ്റ് ഓപ്പോസിറ്റ് ഹെർ. അവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവനൊരു സീറ്റ് കിട്ടി, അല്ലെങ്കിൽ അവനിരുന്നു. ഹി ടുക്ക് എ സീറ്റ്, അവൻ സീറ്റ് പിടിച്ചു, അല്ലെങ്കിൽ അവന് സീറ്റ് കിട്ടി. ഓപ്പോസിറ്റ് ഹെർ. ഇനി ബിനീത്ത് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ലോവർ പൊസിഷൻ. ബിനീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോവർ പൊസിഷൻ ആണ്, അതായത് ഒരു താഴ്ന്ന അവസ്ഥ. എക്സാമ്പിൾ താഴെ എന്നുള്ളത് ബിനീത്ത്, അണ്ടർ എന്നുള്ളതാണ്. എക്സാമ്പിൾ ദ മണി വാസ് ഹിഡൻ, പണം ഒളിപ്പിക്കപ്പെട്ടു. ബിനീത്ത് എ പൈൽ ഓഫ് ബുക്സ്, അതായത് പുസ്തകക്കെട്ടുകൾക്ക് താഴെ. ബുക്സിന്റെ പൈൽ, കൂമ്പാരങ്ങൾക്ക് താഴെ. ഇനി വിത്ത് ആൻഡ് ബൈ എന്നുള്ളതാണ്, വിത്തും ബൈയും. വിത്ത് ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ്സിനെ കാണിക്കാനാണ് വിത്ത് ഉപയോഗിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഹി ഡ്രൂ ദ പിക്ചർ വിത്ത് ഹിസ് ഫേവറേറ്റ് പെൻ. അവൻ്റെ ഇഷ്ടപ്പെട്ട പേന കൊണ്ട് അവന് ചിത്രം വരച്ചു. അവ ഇൻസ്ട്രുമെന്റ്സിനെ വിത്ത്. എന്നാൽ ബൈ ഈസ് യൂസ്ഡ് ഫോർ ഏജൻസ് ഓർ ഡൂവേഴ്സ് ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ ബൈ ഉപയോഗിച്ചു. ഉപയോഗിച്ച ഉപകരണം വിത്ത്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള് ബൈയും അതിനുവേണ്ടി ഉപയോഗിച്ച ഉപകരണം വിത്ത് കൊണ്ടും. എക്സാമ്പിൾ മാക്ബത്ത് ഈസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. മാക്ബത്ത് എഴുതിയത് ഷേക്സ്പിയർ ആണ്, റിട്ടൺ ബൈ. എന്നാൽ നേരത്തെ പറഞ്ഞു ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചത് വിത്താണ്, വിത്ത് ഹിസ് ഫേവറേറ്റ് പെൻ. ഇനി അപ് ടു. ഈ അപ് ടു എന്നുള്ളത് ഇൻഡിക്കേറ്റ്സ് എ ലിമിറ്റ് ഫോർ ഡൂയിങ് സംതിങ്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ലിമിറ്റാണ് അപ് ടു. നമ്മൾ ചിലപ്പോൾ ബാങ്കിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ് ടു 2000, അപ് ടു 20,000, അല്ലെ, 2000 അല്ലെങ്കിൽ 20,000 വരെ. അവർ ലിമിറ്റാണ് അപ് ടു. ഹി സ്പെൻഡ്, അവൻ ചിലവഴിക്കുന്നു. അപ് ടു 20,000 മന്ത്ലി ഫോർ ഹിസ് ഫാമിലി. അവന്റെ കുടുംബത്തിന് വേണ്ടി 20,000 വരെ, അപ് ടു, അതുവരെ അവൻ ചെലവഴിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ കണ്ട ശേഷം, ക്ലാസ് കംപ്ലീറ്റ് കണ്ട ശേഷം എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.